taking a leap towards achieving the status of an investment hub. I conclude by telling this distinguished gathering that for making Kerala an investment destination, the government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. നമ്മളൊരു പുതിയ കൾച്ചറാണ്, പുതിയൊരു സംസ്കാരത്തിനാണ് തുടക്കമിടുന്നത്. കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആവണം, വ്യവസായ സൗഹൃദം ആവണം, കേരളത്തിലെ സംരംഭങ്ങൾ വരണം. അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെൻറ്റിന് കൊടുക്കും. നെഗറ്റീവായിട്ട് നിൽക്കില്ല. തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യും. സുതാര്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യും. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുക, അവർ പ്രതിപക്ഷത്ത് വരുമ്പോഴും അവരും അതേപോലെ തന്നെ ഈ ഒരു പുതിയ സംസ്കാരം കണ്ടിന്യൂ ആണ്. ഇനി ആര് പ്രതിപക്ഷത്ത് വന്നാലും കേരളത്തിൽ. ഉത്തരവാദിത്ത നിക്ഷേപം, ഉത്തരവാദിത്ത വ്യവസായം, ഈ നയത്തിന്റെ വിളംബരമായിരുന്നു കൊച്ചിയിൽ ഇന്ന് തുടങ്ങിയ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിലൂടെ സർക്കാർ നടത്തിയത്. വ്യവസായ അനുമതികൾ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങില്ലെന്നും ഒരു നിക്ഷേപകനും കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല എന്നും വേദിയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് സാക്ഷിയായത് 3000-ലധികം സംരംഭകരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ശശി തരൂരിനെ എതിർത്തെങ്കിലും വ്യവസായ പുരോഗതിക്കായുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സമീപനം. ഇന്ന് 2003 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ജിം മുതൽ 22 വർഷത്തിനിടെ കേരളം ഒരുക്കുന്ന 4ാമത്തെ ആഗോള നിക്ഷേപക സംഗമമാണ് ഇന്നത്തേത്. എന്നിട്ടും നവസംരംഭങ്ങളെ കൊടികുത്തി പായിച്ചും ചുവപ്പ് നാട കുരുക്കിൽ മനമെടുത്ത് സംരംഭകർ ജീവനൊടുക്കിയതും ഉൾപ്പെടെ ഇരുണ്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ നാട്ടിൽ നിക്ഷേപങ്ങൾക്കായുള്ള ആഗോള സംഗമം ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ പ്രൈം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, അതായത് കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ, നിക്ഷേപകർക്ക് ഒരിക്കലും മനമെടുക്കാത്ത തരത്തിൽ നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റാൻ ഇന്നത്തെ ഈ ആഗോള നിക്ഷേപ സംഗമത്തിന് സാധിക്കുമോ? കേരള സർക്കാർ വ്യാവസായിക സൗഹൃദ സമീപനം തുടർന്നുകൊണ്ട് പോവുകയും അത് എല്ലാ തലങ്ങളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറുമോ? അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻകൗണ്ടർ പ്രൈം എന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ രാജു പി നായർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ നമ്മളോടൊപ്പം ചേരുന്നു. BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ KVS ഹരിദാസ്, അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, അതിനു പുറമെ തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ശ്രീ SN രഘുചന്ദ്രൻ നായർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ ഈ ചർച്ച ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിൽ നിന്ന് ആരംഭിക്കാം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, 22 വർഷത്തിനിടെ കേരളത്തിൽ ഇത് 4ാമത്തെ ആഗോള നിക്ഷേപ സംഗമമാണ്. താങ്കൾക്കറിയാമായിരിക്കും. ആദ്യത്തെ നിക്ഷേപ സംഗമം 2003 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പേരിൽ നടന്നു. അതിനുശേഷം പിന്നീടും എമേർജിംഗ് കേരള എന്ന പേരിൽ 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു സംരംഭകത്വ സമ്മേളനം നടന്നു. അതിനുശേഷം പിന്നീട് അസെന്റ് കേരള എന്ന പേരിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മറ്റൊരു നിക്ഷേപ സംഗമം നടക്കുകയുണ്ടായി. ഇതിനെല്ലാം ശേഷമാണ് കേരളത്തിൽ വീണ്ടും ഇവിടെ വ്യവസായികൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യം ഇല്ല എന്നും സംരംഭകർ പാന്തൂർ സാജനെ പോലെയുള്ളവർ അല്ലെങ്കിൽ കൊല്ലത്തെ സുഗതനെ പോലെയുള്ളവർ, കുണ്ടറയിലെ കൂട്ടാത്മഹത്യക്ക് ഇടവെച്ച കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഇനി നിക്ഷേപകർക്ക് ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്. ഇത് പാലിക്കപ്പെടും എന്ന് കരുതാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം 3 നിക്ഷേപ സംഗമങ്ങൾ നമ്മൾ കണ്ടു, അതിലെ വാഗ്ദാനങ്ങൾ പലതും നടപ്പാകാതെ പോകുന്നത് നമ്മൾ അനുഭവിച്ചു. ഇന്നിപ്പോൾ വീണ്ടും ഒരു പുതിയ അധ്യായം എന്ന നിലയിൽ ഒരു നിക്ഷേപ സംഗമം നടക്കുകയാണ്. എന്ത് പ്രതീക്ഷയാണ് അത് നൽകുന്നത്? തുടക്കം ഗംഭീരായാൽ വിജയിച്ചു എന്നൊരു ചൊല്ലുണ്ട്. 2003 ജിമ്മ് തുടങ്ങിയപ്പോൾ 26,000 കോടി രൂപയുടെ എഗ്രിമെന്റ് കിട്ടി. പക്ഷെ 1 രൂപ പോലും അതിൽ നിന്ന് പ്രാവർത്തികമായി. അതിനുശേഷം 2012 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് വീണ്ടും ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത്. അതും പ്രാവർത്തികമായില്ല. ശരിയാണ്, 1ാം പിണറായി സർക്കാർ നടത്തിയത് ഒരു
പ്രതീക്ഷിച്ച് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതിനുള്ള പ്രത്യേകത 2-3 സാഹചര്യങ്ങൾ. ഒന്ന്, തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അദാനി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു 30,000 കോടി രൂപ അടുത്ത 5 വർഷമായിട്ട് വിഴിഞ്ഞം പ്രോജക്റ്റ്, എയർപോർട്ട്, ലോജിസ്റ്റിക് ഹബ് ഇത് മൂന്നുമായിട്ട് പുതിയതായി തുടങ്ങാനായിട്ട് 30,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ലുലു മാൾ, യൂസുഫ് അലി 2 IT പാർക്ക് പുതിയതായി തുടങ്ങാമെന്ന് പറയുകയും ഗവൺമെന്റിന്റെ ഈ ഉദ്യമത്തെ വെൽക്കം ചെയ്യുകയും ചെയ്തു. അതിന്റെ പ്രധാന കാരണങ്ങൾ ഞാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് കേരളത്തിൽ ഫസ്റ്റ് കിട്ടിയതൊന്നും ഞാൻ പറയുന്നില്ല, അത് അബാൻഡൻ ചെയ്തതാണ്. പക്ഷെ കേന്ദ്രം എടുത്തിട്ടുള്ള ചില നോംസിൽ 2 കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, 2 ബിസിനസ് സെൻട്രിക് റിഫോംസ്. അത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒബ്റ്റെയിനിങ് യൂട്ടിലിറ്റി പെർമിറ്റ്സ് ആൻഡ് പേയിങ് ടാക്സസ്, ആ കാര്യത്തിൽ കേരളം 1-ാമതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ലാൻഡ് സിറ്റിസൺ സെൻട്രിക് റീഫോംസ് ഏരിയ. അതിൽ 2 കാര്യങ്ങൾ, ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റവും സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ലോക്കൽ ബോഡീസ്. ഈ 2 കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ഇൻഡെക്സിൽ കേരളം 1-ാമതായിട്ട്. ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്ന അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള ഏറ്റവും വികസിത രാജ്യങ്ങളാണ് കൂടുതലായി. 26 രാജ്യങ്ങളിൽ ഏതാണ്ട് 15ഓളം രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാണ്. അവിടെ നിന്ന് ഏകദേശം 2,500 പ്രതിനിധികളാണ് ഇന്ന് പങ്കെടുക്കുന്നത്. 100 കമ്പനികൾ പങ്കെടുക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തീർച്ചയായിട്ടും ഈ പ്രതീക്ഷ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അങ്ങനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തിൽ മാറാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റ് GDP വിഹിതത്തിൽ ബലദേവ് സച്ചിദാനന്ദൻ, അതൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ 2003 ജിമ്മ് വന്നപ്പോഴും നമ്മുടെ പ്രതീക്ഷ അതായിരുന്നു. 26,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമായിരുന്നു ജിമ്മിൽ ഉയർന്നു വന്നത്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമർജിംഗ് കേരള ഉണ്ടായ സമയത്ത് 45,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുകയും പിന്നീട് PRD മുഖേന സർക്കാർ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കുകയും വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്ത അനുഭവം താങ്കൾ ഓർക്കുന്നുണ്ടാകും. ഇനി അതെല്ലാം പോട്ടെ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന അസന്റ് കേരള 2020 അന്ന് 98,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. അവിടെ കിറ്റക്സിനെ പോലെ ഇപ്പോൾ ഇവിടെ ഇനി വ്യവസായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്ന കിറ്റക്സിന്റെ മുതലാളി പറഞ്ഞു പോയതുപോലെ കിറ്റക്സിന്റെ 3,500 കോടി രൂപയുടെ നിക്ഷേപത്തെക്കുറിച്ച് DP വേൾഡിന്റെ 5,000 കോടി, അങ്ങനെ 98,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം അന്നുണ്ടായിരുന്നു. 808 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പായി എന്നാണ് KSIDC പിന്നീട് അവകാശപ്പെട്ടത്. മാത്രമല്ല, അന്ന് കേരളത്തിലെ പ്രധാന സംരംഭമായി അവതരിപ്പിച്ച അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് മുൻകാല അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വാഗ്ദാനങ്ങൾ എവിടെ കിടക്കുന്നു, കേരളത്തിന് ലഭിച്ചത് എവിടെ കിടക്കുന്നു? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ആ 3 നിക്ഷേപങ്ങളും ഒരു പരിധിവരെ പരാജയമായിരുന്നു. കാരണം അന്ന് അത്തരത്തിലുള്ള ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലില്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു വ്യവസായം തുടങ്ങുന്നതിന് ഏറ്റവും നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് 2,900,000 MSMEകൾ ചെറുതും വലുതുമായിട്ടൂടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ലോക്കൽ ബോഡി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനകത്ത് വളരെയധികം നിയന്ത്രണങ്ങൾ എടുത്തതാണ്. പണ്ട് നമുക്കൊരു MSME തുടങ്ങണമെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും കയറി ഇറങ്ങി നടക്കണമായി. ആ സിസ്റ്റം ഒക്കെ മാറ്റി ഗവൺമെന്റ് നേരിട്ട് ഏകജാലക സംവിധാനത്തിലൂടെ ചെറിയ MSMEകൾ തുടങ്ങുന്നതിനും ഒക്കെയുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അത് സംരംഭകരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യവസായങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവർക്ക് പല സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിനായിരുന്നു ബുദ്ധിമുട്ട്. ആ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുന്നതിനും ട്രേഡ് യൂണിയൻ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പലപ്പോഴും കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ പോകാൻ കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ ഒരു പ്രവർത്തനമായിരുന്നു. ആ ട്രേഡ് യൂണിയനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളും പുതിയ ലേബർ ആക്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സബ്ജക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഏകദേശം 40,000 കോടി പരിശോധിക്കാം. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇത് 4ാമത്തെ നിക്ഷേപ സംഗമമാണ് കേരളത്തിൽ നടക്കുന്നത് കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ. ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുവരെ നടത്തിയ നിക്ഷേപ സംഗമങ്ങളെ പോലെയല്ല, ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോഴും നമ്മുടെ നാടുള്ളത്. അത് കൂടുതൽ നിക്ഷേപ സൗഹൃദമായ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ് വ്യവസായ മന്ത്രി P. രാജീവ് അതിന് ആധാരമാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ റാങ്കിങ്ങിൽ, അതായത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിൽ കേരളം ടോപ്പ് അച്ചീവർ റാങ്കിൽ 9 എണ്ണത്തിൽ 1-ാം സ്ഥാനക്കാരിൽ നിൽക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ അതൊരു വലിയ നേട്ടമായി സംസ്ഥാന സർക്കാർ പറയുന്നു. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല,
അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ 87 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പദ്ധതി നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയത് കേരളത്തിന്റെ സംരംഭക വർഷം പദ്ധതിയാണ് എന്ന ക്ലെയിം വ്യവസായ മന്ത്രിക്കുണ്ട്. അതും കടന്ന് അദ്ദേഹം പറയുന്നു, സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പല ഓഫീസുകൾ കയറേണ്ട സാഹചര്യം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഏകജാലക സംവിധാനത്തിലൂടെ. അതിന് കേസ് ഷിഫ്റ്റിന് തുടക്കം കുറിച്ചു, നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച പല കമ്പനികളും ഇന്ന് കേരളത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ്. ഈ അവകാശവാദങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ വികസനത്തിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന്. അത് അംഗീകരിക്കുന്നതാണോ? ഇന്നിപ്പോൾ നിതിൻ ഗഡ്കരി വീണ്ടും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഏതാണ്ട് 3000-ഓളം കോടി രൂപയുടെ പദ്ധതികൾ. ഇതെല്ലാം കേന്ദ്രം കേരളത്തിൻ്റെ ഈ ക്ലെയിമുകളെ അംഗീകരിക്കുന്നതിൻ്റെ സൂചനകളാണ്. ഗോപി, ഞാൻ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി തന്നെ ഈ ചർച്ച തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. കേരളം നന്നാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ കേരളം നന്നായിട്ടില്ല ഇതുവരെ എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം മാറേണ്ടത് ഇവിടുത്തെ ഭരണകക്ഷിയാണ്, മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയാണ്. അതിലും എനിക്ക് തോന്നുന്നു സാമാന്യ ബോധമുള്ള ഒരു മലയാളിക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ ചില മാറ്റത്തിൻ്റെ ചില സൂചകങ്ങൾ CPM പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം അതിനൊരു ഉദാഹരണമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ മാത്രം കാര്യമല്ല, ഇപ്പോൾ പഞ്ചായത്തുകാർക്കുണ്ടായിരുന്ന അധികാരങ്ങൾ എടുത്തു മാറ്റി വ്യവസായങ്ങൾ തുടങ്ങാൻ, സ്ഥാപനങ്ങൾ തുടങ്ങാൻ പെർമിഷൻ ആവശ്യമില്ല എന്നുള്ള ചില നിബന്ധനകൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടേക്ക് നിക്ഷേപം നടത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു 10, 30, 40 വർഷക്കാലത്ത് കാര്യമായിട്ട് ആരും വരാത്തത് എന്താ? അതിന് പരിഹാരം കാണാൻ ഇന്നത്തെ ഭരണകൂടത്തിന് കഴിയുമോ? നമ്മളിന്നിത് ചർച്ച ചെയ്യുന്ന ദിവസം തലശ്ശേരിയിലുണ്ടായ സംഭവം നമ്മൾ ഓർക്കണം. അറസ്റ്റ് ചെയ്ത ഒരു CPMകാരനെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന മാർക്സിസ്റ്റുകാരുടെ ഒരു സമീപനം നമ്മൾ കണ്ടില്ലേ? ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, സമരങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ ശാപമായി മാറിയിട്ട് കൊല്ലം കുറയായി. ഇതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ മാറി ചിന്തിക്കുന്നു എന്നുള്ള സൂചകങ്ങൾ നൽകുമ്പോൾ ഇത് താഴെ തട്ടിലേക്ക് എത്തുന്നുണ്ടോ? നോക്കുകൂലി നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, നമുക്കിന്ന് കഴിയുന്നുണ്ടോ? അങ്ങനെ ഞാൻ 1-2 വിഷയങ്ങളല്ല, അനവധി വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, കേരളം നന്നാവണം. പോസിറ്റീവായിട്ട് കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിതിൻ ഗഡ്കരി നടത്തിയ പ്രഖ്യാപനം, ഇന്നത്തെ ഒരു കീ ഷോ വേണമെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ ആ പ്രഖ്യാപനം തന്നെയായിരുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ആ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇന്ന് രാവിലെ. പീയൂഷ് ഗോയൽ ഉണ്ടായിരുന്നു. ഗോയൽ എത്ര പോസിറ്റീവായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിനെ കണ്ടത്. കാരണം നരേന്ദ്രമോദിയുടെ കൺസെപ്റ്റ് രാജ്യം മുഴുവൻ വികസനം ഉണ്ടാകണം, വികസനത്തിന് അനുകൂലമായ അന്തരീക്ഷവും സാഹചര്യവും ഒരുക്കണം. അതുണ്ടായാലേ രാജ്യം വികസിക്കുകയുള്ളൂ. രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കൂടി വികസനമാണ് എന്ന കൺസെപ്റ്റാണ് നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തിനും ആവശ്യമുള്ള വികസന പദ്ധതികൾ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കാത്തത്. ഇപ്പോൾ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ റെയിൽവേക്ക് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വണ്ണമുള്ള തുക നീക്കിവച്ചില്ലേ? അങ്ങനെ എല്ലാ മേഖലകളിലും കേരളത്തിന് അനുകൂലമായ ഒരു നിലപാടും സമീപനവും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും കൊടുക്കാൻ തയ്യാറുമാണ്, എന്ത് സഹായം വേണമെങ്കിലും ഈ കാര്യത്തിൽ കൊടുക്കാൻ തയ്യാറുമാണ്, അതും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവർക്കിത് ചെയ്യാൻ പറ്റുമോ? അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പോസിറ്റീവായിട്ട് സൂചിപ്പിക്കാം. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ വന്ന സമയത്ത്
അതിൽ പിണറായി ഗവൺമെൻറ് വരുന്ന സമയത്ത് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞത് അതാണ്, നിങ്ങളത് പൂർത്തിയാക്കുക ലൈൻ, നിങ്ങൾക്ക് കേരളത്തിന് വരുമാനം ഉണ്ടാകുന്ന കാര്യമല്ലേ LNG ഗ്യാസ് പൈപ്പ് ലൈൻ, അത് പൂർത്തിയാക്കാൻ പിണറായി വിജയൻ അന്ന് ആ പദ്ധതിയെ എതിർത്തിരുന്നവരെ ഒരർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് അത് നടപ്പിലാക്കാൻ പിണറായി വിജയൻ മുന്നോട്ട് വന്നു. ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. നമ്മുടെ പഴയ മംഗലാപുരം, ഇപ്പോൾ ബോംബെയിൽ നിന്ന് കൊച്ചി ഇടപ്പള്ളി വരെയുള്ള ദേശീയപാതയുടെ വികസനത്തിന് എത്ര വട്ടം സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. പഴയ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇതിൻ്റെ വീതി കൂട്ടരുതെന്ന് പറയാൻ നിവേദനവുമായിട്ട് പോയതുപോലും നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ വീതി കൂട്ടിക്കൊണ്ട് സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇവർ. പക്ഷെ പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ശരി, അത് മാറുന്നുണ്ടോ അല്ലെങ്കിൽ അത് മാറി വരുന്നുണ്ടോ, അതിന്റെ സൂചനകളുണ്ടോ എന്നുകൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ തയ്യാറാകുന്നുണ്ടോ എന്നതാണ്. ഞാൻ വരാം. ശ്രീ രാജു പി നായർ, താങ്കൾ വരുന്നതിന് മുമ്പ് ഞാൻ പറയാൻ, അതിനു മുമ്പ് ഞാനൊരു ചെറിയ തിരുത്തൽ വരുത്തിക്കോട്ടെ. കേരളത്തിൽ ഇപ്പോൾ നിതിൻ ഗഡ്കരി ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമെന്നാണ്. ഞാൻ ആ അക്കം പറഞ്ഞതിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ ദയവായി അത് നോട്ട് ചെയ്യുക. 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ എന്നാണ്. ശ്രീ രാജു പി നായർ, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിന്റെ കാര്യത്തിലുമൊക്കെ ഈ സർക്കാരിന് പ്രശംസ നൽകിയത് താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ശശി തരൂർ MP ആണ്. അദ്ദേഹത്തെ നേരിട്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇന്ന് കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ഇന്നത്തെ ഈ ആഗോള നിക്ഷേപക പരിപാടി, അതിന് പൂർണ്ണ വിജയത്തിലെത്താനുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇന്ന് വേദിയിൽ പറഞ്ഞ ക്ലെയിമുകൾ, അതായത് ഒരു നിക്ഷേപകനും കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല, ചുവപ്പ് നാട ഇനി മുതൽ ഉണ്ടാകില്ല, മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആർക്കും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും പ്രതിപക്ഷം അംഗീകരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊരു കൂട്ടായ രാഷ്ട്രീയത്തെ നീതിനമായി കേരളത്തിന് വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള ഒരു കൂട്ടായ പ്രയത്നത്തിലേക്ക് പ്രതിപക്ഷം കണ്ണി ചേർക്കപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗോപീഷൻ, ഒന്ന്, നമ്മൾ ഇക്കാലത്തെ പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തനത്തിലും എല്ലാം കാണുന്നത് ബൈനറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബൈനറീസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് CPM-ഉം പിണറായി വിജയനും ശ്രമിക്കുന്നതും ബൈനറി ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം ഈ സർക്കാരിന്റെ തെറ്റായ നടപടികളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ ചോദ്യം ചെയ്താൽ അപ്പോൾ തന്നെ സംസ്ഥാനത്തിനെതിരാണെന്നുള്ളൊരു ബൈനറി പിണറായി വിജയനും CPM-ഉം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ CPM സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗവുമായി സഹകരിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ എല്ലാ നടപടികളെയും പ്രതിപക്ഷം അംഗീകരിച്ചു എന്നുള്ളൊരു ബൈനറി അങ്ങും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനൊരു ബൈനറി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ പുതിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുന്നതിനും പുതിയ സംരംഭങ്ങൾ വരുന്നതിനും ഞങ്ങൾ ഒരു കാലത്തും എതിരല്ല. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം അതിനെ എതിർത്തിരുന്നത് CPM-ആണ്. നമുക്കറിയാം, ഇപ്പൊ ആദ്യത്തെ ജിമ്മിനെതിരെ അങ്ങോട്ടേക്ക് ആ ലേമറിഡിയൻ കൺവെൻഷൻ സെന്ററിലേക്ക് പ്രതിഷേധം നടത്തിയത് ഇന്നത്തെ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നുള്ള കാര്യം മറക്കരുത്. ഞങ്ങൾ എവിടെയാ ചോദ്യം ചെയ്തത്? ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശ്രീ രാജു പി നായർ, അന്ന് ജിമ്മിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, നിക്ഷേപത്തിന് വേണ്ടിയുള്ള ശരിയായ വഴികളെ CPIM-ഉം LDF-ഉം പ്രോത്സാഹിപ്പിക്കും എന്നായിരുന്നു. ഇന്ന് പ്രതിപക്ഷം പറഞ്ഞതുപോലെ തന്നെ. ഞാൻ അതിലേക്ക് വരികയാണ്. എന്നെ പറയാൻ അനുവദിക്കുക, അതിനകത്തേക്ക് വരിക. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് വ്യവസായികൾക്ക് അനുകൂലമായ അന്തരീക്ഷമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ഇന്ന് പീയൂഷ് ഗോയൽ അങ്ങനത്തെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞല്ലോ. ഇനിയും നമ്മളതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം കള്ളനാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതിന് തുല്യമാണ്. കള്ളത്തരം പറഞ്ഞു, ആ കള്ളത്തരം പറഞ്ഞത് തെറ്റാണെന്ന് അത് ആരാണോ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് ആ പ്രസാധകർ തന്നെ പറഞ്ഞു അങ്ങനൊന്നുമില്ല, പണ്ടേ നിർത്തിപ്പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയും പറഞ്ഞു മുഖ്യമന്ത്രി അപമാനിക്കേണ്ട. നമ്മൾ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇതാണല്ലോ, അദ്ദേഹം വലിയൊരു നുണയൻ
ഒന്നിനും ഇത്തരത്തിൽ പച്ചക്കള്ളം അല്ല, അതൊന്ന് വിശദീകരിക്കോ ശ്രീ രാജു പി നായർ? എവിടെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത്? അല്ല, ഒരു മിനിറ്റ് ഒന്ന് വിശദീകരിക്കാം. അതായത് 2021 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം 15 ഇതിനുശേഷം ഇപ്പോഴുള്ളത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിന്റെ അതിൽ ഒടുവിലത്തെ പട്ടികയിൽ കേരളം ടോപ്പ് അച്ചീവർ റാങ്കിങ്ങിൽ 9 1 സ്ഥാനക്കാരായി. അത് കേന്ദ്ര സർക്കാർ നടത്തുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം 1 സ്ഥാനത്താണ്. ഇതിൽ തെറ്റുണ്ടോ പറഞ്ഞതിൽ? അല്ല, അത് രണ്ടു തരത്തിൽ തെറ്റുണ്ട്. ഒന്ന്, അദ്ദേഹം ഉപയോഗിച്ച ഫ്രേസ് അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് എന്നും പറയുന്നത്. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഗ്രേഡിംഗ് ആണ്. ആ ഗ്രേഡിംഗിൽ അവിടെ നിൽക്കട്ടെ. അതിനെ സംബന്ധിച്ചുള്ള തർക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ വഴിയെ പറയുകയും കൂടി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലെല്ലാം ആ അവകാശവാദങ്ങൾ പൊള്ളയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. നമ്മളൊരു പ്രോബ്ലം അഡ്രസ് ചെയ്യണമെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മലപ്പുറത്ത് വണ്ടൂരിൽ ഒരു ടൈല് കട CITU തൊഴിലാളികൾ കയറി പൂട്ടിച്ച വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെ? മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഞങ്ങൾ വ്യവസായ സൗഹാർദ്ദമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വണ്ടൂരിൽ ഒരു ടൈൽ കട പൂട്ടിച്ചതാണ് CITU, ഇല്ലേ? നമ്മൾ നോക്കുകൂലിയുടെ പൂട്ടിച്ചതാണെന്ന് മാത്രമല്ല, അതിന്റെ ഉടമ പുറത്തൊരു ബോർഡ് എഴുതി വെക്കുകയും ചെയ്തു. ചുമട്ടു തൊഴിലാളികളുടെ നിരന്തരമായ കൂലി വർധനയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്നൊരു ബോർഡും കൂടെ എഴുതി വെച്ചു. ശരിയാണ്, വണ്ടൂരിൽ. അതെ അതെ. ഇപ്പൊ എന്തായാലും ഞാൻ കള്ളം എന്ന് പറഞ്ഞപ്പോ അങ്ങ് എതിർത്തു, അല്ലെങ്കിൽ അങ്ങനോട് വിശദീകരണം ചോദിച്ചു. ഇപ്പൊ അങ്ങ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കള്ളം കൂടി അങ്ങ് തന്നെ പറഞ്ഞുകൊണ്ട് നല്ലതായി, കുഴപ്പമില്ല, അതവിടെ നിൽക്കട്ടെ. നോക്കൂ, 2018 സിന്ധായിട്ടിലെ ബിജു എഴുതിയിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നതെന്ന്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ CPM എടുക്കുന്ന നിലപാട് ഇപ്പോഴും ആത്മാർത്ഥതയില്ലാത്തതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് UDF പ്രതിപക്ഷ സ്ഥാനത്താണ്. ഈ സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. എത്രയോ സമരം ചെയ്യുന്ന നിലപാടുകളുണ്ട്. ഞങ്ങൾ ആ സമരത്തിലെല്ലാം എടുത്ത നിലപാട് എന്താ? പോസിറ്റീവാണ്. ഹർത്താൽ എന്ന് പറയുന്ന ഒരു സമരായുധം ഈ കാലത്തിന് യോജിച്ചതല്ല എന്നും കേരളത്തിന് വലിയ രീതിയിൽ അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതും ചർച്ച നടത്തി. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഹർത്താലുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി വലിയ പ്രചാരണം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് എന്റെ പാർട്ടിയോടും അത് ബോധ്യപ്പെടുത്താനായി എന്ന ചാരിതാർത്ഥ്യമുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഹർത്താൽ എന്നൊരു സമരമാർഗം സ്വീകരിക്കില്ല എന്നും കഴിഞ്ഞ 9 വർഷം ഒരു അവസരത്തിലെങ്ങാണ്ടുമാണ് എന്നാണ് എന്റെ ഓർമ്മ. അത് തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ CPM പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഹർത്താലുകൾ എത്രമാത്രം ഉണ്ടാകുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. CPM യാഥാർത്ഥ്യബോധത്തോടെയാണ് പറയുന്നതെങ്കിൽ ഈ നാടിനെ പുറത്തു വരെ അപമാനിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്ന ഒരു സമര സംസ്കാരത്തെ ഇന്ന് ആ വേദിയിൽ ഇനി ഹർത്താൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ തയ്യാറാണോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ KPCC പ്രസിഡന്റും മുൻപ് രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഹർത്താലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ല് വരെ കൊണ്ടുവന്നു. ഞങ്ങളുടേതാണോ പോസിറ്റീവ് നിലപാട്? CPM-ന്റെ ആണോ പോസിറ്റീവ് നിലപാട്? നോക്കുകൂലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നോക്കുകൂലി സ്ഥിരമായിട്ട് നടക്കുകയല്ലേ? എന്റെ നാട്ടിൽ ഉൾപ്പെടെ CITU കയറി കടയടിച്ച് തകർത്തിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇതിൽ CITU എടുക്കുന്ന നിലപാടുകളെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ടോ? മറ്റെല്ലാം നിയന്ത്രിക്കുന്നുണ്ടല്ലോ, അഴിമതിക്ക് വേണ്ടി ഘടകകക്ഷികളെ വരെ നിയന്ത്രിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? വ്യവസായത്തിൽ ഏറ്റവും അധികം ഒരു ഇമേജ് മേക്ക് ഓവർ വേണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഗോപികൃഷ്ണൻ സമ്മതിക്കുമോ? സമ്മതിക്കും. ഇനി നോക്കൂ, കഴിഞ്ഞ നാളുകൾ ഈ പറയുന്ന അവകാശവാദങ്ങളെല്ലാം നിൽക്കട്ടെ. കേരളം വലിയ സ്റ്റാർട്ടപ്പ് രംഗത്ത് വന്നു. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഈ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ ഉൾപ്പെടെ വന്ന ഒരൊറ്റ പുതിയ കമ്പനിയുടെ പേര് പറ. പ്രധാനപ്പെട്ട കമ്പനി, ചെറിയ സ്റ്റാർട്ടപ്പുകളല്ല, പ്രധാനപ്പെട്ട കമ്പനി. ശ്രീ ശശി തരൂർ ഉൾപ്പെടെ നിസാനെ ടെക്നോ പാർക്കിൽ കൊണ്ടുവരാൻ വന്നിട്ട് അവസരം നടക്കാതെ പോയില്ലേ? സ്മാർട്ട് സിറ്റി ഐക്യജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് രൂപം കൊടുത്തല്ലേ? 90,000 തൊഴിലവസരങ്ങളും ടൗൺഷിപ്പ് ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ട് എന്തു സംഭവിച്ചു? ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യാവസായിക തലസ്ഥാനമായ ഇപ്പോൾ ജിമ്മ് നടക്കുന്ന ഈ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊച്ചി മെട്രോ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തിനുള്ളിൽ ആ പദ്ധതി ആവിഷ്കരിച്ച് പണം കണ്ടെത്തി അത് തുടങ്ങി വെച്ച് അതിന്റെ ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്താണ് പോകുന്നത്. 3 വർഷത്തിനുള്ളിൽ, അല്ലെ?
ഈ 3 വർഷം കൊണ്ട് പണി തീർത്ത ആദ്യത്തെ റീച്ച് കഴിഞ്ഞിട്ട് ആ 1ാം ഘട്ടത്തിലെ തൃപ്പൂണിത്തുറയിലെത്താൻ എത്ര വർഷം എടുത്തു? തൃപ്പൂണിത്തുറയിലെ SN ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 1.25 കിലോമീറ്ററിനപ്പുറം കൊച്ചിയിൽ ഈ കൊച്ചി മെട്രോ ഒറ്റ കിലോമീറ്റർ പുതുതായി നിർമ്മിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ? 2ാം ഘട്ടത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ ഉള്ള കാക്കനാടിലെ അനുമതി മേടിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ പോയത്? കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ പ്രപ്പോസൽ ഉണ്ടായിരുന്നാണല്ലോ. എന്തു സംഭവിച്ചു? വിഴിഞ്ഞം തുടങ്ങി വെച്ചത് കേരളമല്ലേ? ഇന്ന് വിഴിഞ്ഞത്തെ കുറിച്ച് വലിയ കാര്യത്തെ ബഹുമാനപ്പെട്ട അദാനി എന്ന് ഇടതുപക്ഷ നിരീക്ഷകൻ വായിക്കുന്നുണ്ട്. ബഹുമാനം നല്ലതാണ്, ആയിക്കോട്ടെ, എല്ലാവരെയും ബഹുമാനിക്കാം. ആ വിഴിഞ്ഞം തുടങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് അഴിമതി ആരോപണം ഉന്നയിച്ചവരല്ലേ? ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ ഉണ്ടായ വ്യവസായ സംരംഭങ്ങളെ മുഴുവൻ, അത് ഒരു വ്യക്തിയുടെ സംരംഭമാണെങ്കിൽ പോലും ആന്തൂർ സാജിനെ പോലെയുള്ള, സുജാതനെ പോലെയുള്ള, കോട്ടയത്ത് ഒരു മനുഷ്യന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്ന പ്രവാസി ഓർമ്മയുണ്ടല്ലോ. നിരന്തരമായി സംരംഭകരെ പീഡിപ്പിക്കുന്ന, അവരെ പൂട്ടാൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സമരങ്ങൾ നടത്തിയതെല്ലാം ഇവരല്ലേ? നമുക്ക് വിശദമായി സംസാരിക്കാം. ശ്രീ രാജു പി നായർ, ആ കാര്യങ്ങൾ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. അതിനിടയിൽ 2 കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ മേരി ജോർജ് മാഡത്തിലേക്ക് പോകും. 2 കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതിനെ ഞാനും അംഗീകരിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അത് താങ്കൾ തെറ്റായിട്ട് എന്നെ അതിലേക്ക് വലിച്ചിഴച്ചു എന്ന് ഞാൻ പറയും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സാങ്കേതികമായ അതിൻ്റെ ഇൻഡെക്സുകൾ വെച്ചാണ്. ആ കാര്യത്തിൽ നിക്ഷേപ സംഗമത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തീർത്ത് അടുത്ത റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ അത് ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത്. പക്ഷേ ഞാൻ സമ്മതിച്ചത് വണ്ടൂരിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വ്യാപാര സ്ഥാപനം അടച്ചിടാൻ ഈ തൊഴിലാളികൾ, അവർ ചുമട്ടു തൊഴിലാളികൾ കൂലി കൂട്ടിച്ചോദിച്ചെന്നും പ്രശ്നമുണ്ടാക്കിയതും കാരണമായിട്ടുണ്ട്. അത് ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയും ചെയ്തു, വ്യക്തമാക്കിയതാണ്. പിന്നെ 2ാമത്തെ കാര്യം, നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ, കിട്ടുന്ന വാഗ്ദാനങ്ങൾ, ആ പ്രശ്നം ജിമ്മിനകത്തുണ്ട്. ജിമ്മിൽ പറഞ്ഞ, ഉറപ്പാക്കി എന്ന് പറഞ്ഞ ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന പദ്ധതികളിൽ പകുതിയും കേരളത്തിന് കിട്ടിയിട്ടില്ല. എമർജിംഗ് കേരള പദ്ധതിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഫോക്സ് വാഗണിന്റെ 2000 കോടിയുടെ എഞ്ചിൻ അസംബ്ലി യൂണിറ്റ് വരുമെന്നാണ്. പക്ഷെ കമ്പനി പറഞ്ഞു ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നില്ല തുടങ്ങാൻ എന്നാണ്. 570 കോടിയുടെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഘടന നിർമ്മാണ യൂണിറ്റ്, 500 കോടിയുടെ സൗരോർജ്ജ പ്ലാന്റ്, ഇതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അങ്ങനെ ലുലു ഗ്രൂപ്പിന്റെ 4000 കോടിയുടെ മാളും ആസാദ് മൂപ്പന്റെ ഗ്രൂപ്പിന്റെ മെഡിക്കൽ കോളേജുമാണ് സത്യത്തിൽ അന്ന് എമർജിംഗ് കേരളയിലൂടെ കേരളത്തിന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ പദ്ധതികൾ. അപ്പോൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടാതെ പോകുന്നത് ഇന്നത്തെ അനുഭവമല്ല, ഇന്നലത്തെ അനുഭവമല്ല, UDF സർക്കാർ ഭരിച്ച കാലത്തെയും കേരളത്തിന്റെ അനുഭവങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീമതി മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് പോകുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് മേരി മാഡം ഇന്നത്തെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു? ഞാൻ താങ്കൾക്ക് വിശദീകരിക്കാൻ സമയം തരാം. ശ്രീമതി മേരി ജോർജ് ഒന്ന് പറഞ്ഞ ശേഷം മേഡം, താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ സർക്കാരിന്റെ ക്ലെയിമുകൾ? അതായത് ഗോപി, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിനു മുൻപ് നടന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ പോലെ തന്നെ ഇതും അവസാനിച്ചേക്കാനാണ് സാധ്യത. കാരണം എനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ട് അതിന് നിരത്താൻ. ഒന്നാമത്, 2016-17 ബജറ്റ് മുതൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതാണ് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി, കോയമ്പത്തൂർ വഴിയുള്ള കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ആ ഇടനാഴി ഈ വർഷത്തെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഫണ്ടിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്ലാൻ പദ്ധതിയുടെ 60% വെട്ടിച്ചുരുക്കി. ആ സാഹചര്യത്തിൽ ഒന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് ധരിക്കാനായിട്ട്. കാരണം വ്യവസായ ഇടനാഴിയേക്കാൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കിടയ്ക്ക് വ്യവസായ ഇടനാഴിയിലേക്ക് പോകില്ലല്ലോ ആ ഫണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ വ്യവസായ ഇടനാഴി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ തന്നെ ഒരു വ്യവസായ അനുകൂല സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് ഏത് അന്ധനും വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. കാരണം താങ്കൾക്കറിയാം, ഒരു വ്യവസായ ഇടനാഴി വരികയാണ് എങ്കിൽ അതായത് ലോജിസ്റ്റിക് കോസ്റ്റുകളുടെ മാറ്റം തന്നെ വളരെ എൻകറേജിംഗ് ആണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും. അപ്പോൾ അത് മാത്രവുമല്ല, ഒരു എന്താ പറയുക, വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും തക്ക രീതിയിലുള്ള ഒരു ക്രോപ്പിംഗ് പാറ്റേൺ കേരളത്തിലുണ്ട്, ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ. ആ ക്രോപ്പിംഗ് പാറ്റേണിൽ നിന്ന് പ്രയോജനം എടുക്കണമെന്ന് സംസ്ഥാനമോ വ്യവസായികളോ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാവസായിക വികസനം
വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. കാരണം അതായത് 2022-23 കേരള എൻ്റർപ്രൈസസ് ഇയർ എന്ന് മിസ്റ്റർ രാജീവ് പ്രഖ്യാപിച്ചിരുന്നു. പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ വർഷം അദ്ദേഹം പറഞ്ഞിരുന്നു തിരുവോണത്തിന് മുൻപ് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ ബയോ പാർക്കുകൾ വഴി ലഭ്യമാക്കുമെന്ന്. പക്ഷേ ആ ബയോ പാർക്കുകൾ ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ബയോ പാർക്കുകൾ മിസ്റ്റർ രാജീവ് അല്ല ആദ്യം കൊണ്ടുവന്നത്. ഡോക്ടർ ഐസക് തന്നെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ബജറ്റിൽ ബയോ പാർക്കുകളെ പറ്റി പറയുന്നുണ്ട് കൊണ്ടുവരുമെന്ന്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നില്ല, മിസ്റ്റർ രാജീവും കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇയർ ഓഫ് 2022-23 കേരള ഇയർ ഓഫ് എൻ്റർപ്രൈസ് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം IIM ഇൻഡോർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ ഒരു വസ്തുതാ പഠനം നടത്തി. കേരളത്തിലെ 2007 വ്യാവസായിക യൂണിറ്റുകളെ നേരിട്ട് കണ്ട് അവരിൽ നിന്ന് ഒരു പഠനം നടത്തുകയായിരുന്നു. ആ പഠനം നടത്തിയപ്പോൾ 93% പേരും റെസ്പോണ്ട് ചെയ്തത് തൃപ്തികരമായ വ്യാവസായിക അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നാണ്. അത് ഏത് മേഖലകളിലാണ്? അതായത് ഏകജാലക സമ്പ്രദായത്തിലൂടെ വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യം, അങ്ങനെ കുറച്ച് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു ഒഫീഷ്യലായിട്ട് അതായത് വ്യവസായ ഓഫീസുകളിൽ നിന്ന് നടത്തേണ്ട, ഗവൺമെൻറ്റിൽ നിന്ന് നടത്തേണ്ട നടപടിക്രമങ്ങൾ വളരെ എളുപ്പം നടന്നു കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ മാറ്റത്തിൽ മന്ത്രി രാജീവ് അവകാശപ്പെടുന്നത് പോലെ ഏകജാലക സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സഹായകരമാണ്. അങ്ങനെ IIM ഇൻഡോറിൻ്റെ ആ പഠന റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ മന്ത്രി രാജീവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാമത് എന്നൊക്കെയുള്ള ക്ലെയിം കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ പഠനം 2007 യൂണിറ്റുകളെ കണ്ടു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഏത് തരം യൂണിറ്റുകളെയാണ് കണ്ടത്? അത് കൂടുതലും ഇവിടുത്തെ മൈക്രോ എൻ്റർപ്രൈസസിനെ ആകാനാണ് സാധ്യത. കാരണം മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിൻ്റെ ശുഭകാലമായിരുന്നു UDF ഗവൺമെൻറ് 2012 മുതൽ 16 വരെയുള്ള ഭരണകാലം. കാരണം അത് ഞാൻ തറപ്പിച്ച് പറയുന്നു, ആ കാലഘട്ടത്തിലാണ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ നമ്മുടെ അന്ന് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി, വ്യവസായ സെക്രട്ടറി ആയിരുന്ന അരുണ സുന്ദരരാജൻ, അതുപോലെ തന്നെ TK ജോസ് IAS, SM വിജയാനന്ദ് IAS, ഇവരൊക്കെ അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്തവരാണ്. അങ്ങനെ മൈക്രോ എൻ്റർപ്രൈസസ് വളരെ നന്നായിട്ട് വളർന്നു. അതിൻ്റെ ഒരു തെളിവാണ് 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയപ്പോൾ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന. അത് ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടാവും. എനിക്ക് തോന്നുന്നു അന്ന് ഗോപികൃഷ്ണൻ മീഡിയ 1-ലുള്ള സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്? കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അഥവാ സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ളവ ഇന്ത്യയിൽ മുഴുവനും വ്യാപിപ്പിക്കണം. അത്ര അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ എന്ന്. ഞാൻ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 152 തരം മൈക്രോ എൻ്റർപ്രൈസസ് കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ നേരിട്ട് കണ്ട് പഠനം നടത്തിയതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ആ കുടുംബശ്രീ സ്റ്റാർട്ടപ്പ്. അങ്ങനെയാണ് കേരളത്തിലെ കുടുംബശ്രീ ലോക പ്രശസ്തമായത്. പല രാജ്യങ്ങളിലും ഇപ്പോൾ കുടുംബശ്രീ ടൈപ്പ് മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്. കേരളം വികസിക്കാൻ നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത്തരം മൈക്രോ എൻ്റർപ്രൈസസിലേക്ക് പോകട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ സ്ത്രീകളുടെ മൈക്രോ എൻ്റർപ്രൈസസിൽ നോക്കുകൂലിക്ക് ഒരു സ്ഥാനവുമില്ല. 10 സ്ത്രീകളുടെ അതായത് സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് 10 കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്നാണ് ഒരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. 10 അതിലധികമോ ആകാം. കാരണം 7000 കുടുംബശ്രീ യൂണിറ്റ്സ് ചേർന്ന മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ട് പേരാമ്പ്ര, സുഭിക്ഷ. അപ്പോൾ 10-ലധികമോ 10 ആകാം. അങ്ങനെ അവർ ചേരുന്ന അവർ മാത്രമാണ് അതിലെ ജോലിക്കാർ. അപ്പോൾ ആർക്കും നോക്കുകൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാൻ ഒക്കില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതായിരിക്കാം ഈ 3,44,458 കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ എന്നൊരു മന്ത്രി രാജീവ് പറയുന്നതിൻ്റെ ബാക്കിലുള്ള പരമപ്രധാനമായ സത്യം. അതിലൊന്നോടെ ഉണ്ട്. അതിൽ കൂടി ഈ 3,44,000 മൈക്രോ എൻ്റർപ്രൈസസ് കുടുംബശ്രീയുടെ ഇവിടെ ഇല്ല. പക്ഷേ
കേന്ദ്ര ഗവൺമെൻറ് ഉദ്യം രജിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതായത് പലതരം PM ഉദാഹരണത്തിന് ഈ പ്രാവശ്യം കൊണ്ടുവന്നതിലും മത്സ്യമേഖലയിലുള്ളവർക്ക് ഉണ്ട്, വിശ്വകർമ്മ മേഖലയിലുള്ളവർക്ക് വായ്പ കിട്ടാനുള്ള പ്രത്യേക സ്കീമുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർക്ക് വായ്പ കിട്ടാനുള്ള സ്കീംസ് ഉണ്ട്. പക്ഷേ വായ്പ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദ്യം രജിസ്ട്രേഷൻ വഴിയായിട്ട് അവർ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഈ ഉദ്യം രജിസ്ട്രേഷനിൽ, അതായത് എനിക്ക് തോന്നുന്നു 1947 മുതൽ തുടങ്ങി മുടങ്ങിപ്പോയ ചത്ത് കിടന്ന വ്യവസായ യൂണിറ്റുകൾ വരെ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തു. എന്തിനാണ്? അവർക്ക് ഈ ലോൺ അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം പുതിയ മൈക്രോ എന്റർപ്രൈസസ് ആണ്. മേരി മാഡം, ഈ മൈക്രോ എന്റർപ്രൈസസിന്റെ വളർച്ചയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നതെങ്കിൽ പോലും സർക്കാരിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താതെ ഇതും പ്രായോഗിക തലത്തിൽ വിജയിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ ക്ലെയിം ആണെന്ന് ഇരിക്കട്ടെ പി രാജീവിന്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ, അത് വസ്തുതയിൽ ഊന്നിയിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും വസ്തുതയിൽ ഊന്നിയിട്ടുള്ളതാണ്. കുടുംബശ്രീക്ക് ഓർമ്മിക്കുക, ഈ ബജറ്റിൽ തന്നെ 275 കോടി 275 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കുടുംബശ്രീകൾക്ക്. അത് കുടുംബശ്രീകൾക്ക് മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ടാക്കാനല്ല, പക്ഷേ മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങുന്നത് അവരുടെ സ്വന്തം സേവിങ്സ് മാത്രമല്ല, ബാങ്ക് ലോൺസും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്, അതായത് UDF ഗവൺമെൻറ് കാലം അതിൻ്റെ സുവർണ ദശയായിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ്റും അത് തീർച്ചയായിട്ടും മൈക്രോ എൻ്റർപ്രൈസസിനെയും കുടുംബശ്രീയെയും നല്ലവണ്ണം താലോലിക്കുന്നുണ്ട്, അതിന് സംശയമില്ല. ശരി, ഞാൻ ഇനി രണ്ടാം ഘട്ടത്തിൽ വീണ്ടും നമുക്ക് വിശദമായി കൂടി ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ, ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ശാപമായി നമ്മൾ പറയാറുള്ളത് ട്രേഡ് യൂണിയനിസമാണ്. അതായത് വലിയ വ്യവസായശാലകൾ, സംരംഭകർ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭൂമിയിൽ കൊടികുത്തുന്ന ഒരു രീതി, അത് കേരളത്തിൻ്റെ ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു എന്നത് വലിയൊരു ആക്ഷേപമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പലതരത്തിൽ ഉള്ള തടസ്സങ്ങളാണ്, അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകളാണ്. അത് മാറ്റാൻ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ അതിലെ നിയമാവലികളിൽ മാറ്റം വരുത്താൻ തീരുമാനമായിരിക്കുന്നു. അതായത് ഇനി മുതൽ ലൈസൻസ് എന്നതിന് പകരം രജിസ്ട്രേഷൻ മതി പല സംരംഭങ്ങളും ആരംഭിക്കാൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകുന്നു ഇനി ചുവപ്പ് നാട എന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എത്രത്തോളം താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? കേരളത്തിനെ ഒരു വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമാക്കുന്നതിന് നിലവിൽ സർക്കാർ തലങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? CPM പോലെ ഒരു പാർട്ടിക്ക് വളരെ എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നതാണല്ലോ ഈ ട്രേഡ് യൂണിയനിസം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് മുഖ്യമന്ത്രി എന്ന ഉറപ്പിനെ താങ്കൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ, നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമ്മൾ കേരളത്തിന്റെ ഒരു പെർസെപ്ഷൻ മാറി കിട്ടുള്ളൂ. നമ്മൾ പണ്ടത്തെ കാലങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് അതല്ല എന്നുള്ളതല്ല വരുന്നത്. നമ്മൾ പെർസെപ്ഷൻ ചേഞ്ച് ഉണ്ടായേ പറ്റുള്ളൂ. ഒരു പെർസെപ്ഷൻ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കേരളം ഒരു സൗഹൃദ സംസ്ഥാനം അല്ലാന്നുള്ള തെറ്റായിട്ടുള്ള ഒരു ധാരണ നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു PR എക്സസൈസ് ഗവൺമെന്റ് ഈ പ്രാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പുറം രാജ്യത്തിന് ഒരു 26-30 രാജ്യത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ ട്രേഡ് യൂണിയനിസം ഉണ്ടെന്ന് പറയുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ കൺസെഷൻ ഏറ്റവും കൂടുതൽ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഏരിയയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇതുവരെ ഇത് ഫേസ് ചെയ്തിട്ടില്ല. കാര്യം ഇതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ് ലേബർ ഇഷ്യൂവിൽ വരുന്ന തർക്കം എപ്പോഴും വേജസ് റിലേറ്റഡ് ആണ്. ഇപ്പൊ വേജസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രോപ്പറായിട്ട് വേജസ് കൊടുക്കുകയാണെങ്കിൽ പകുതി പ്രോബ്ലംസ് തീരും. പിന്നെ നമ്മൾ കാണുന്ന ഇഷ്യൂ ആണ്, പിന്നെ കാണുന്ന ചെറിയ ഇഷ്യൂസ് ആണ് ഈ ഹെഡ്ലോഡ് വർക്കേഴ്സിന്റെ ഒരു പ്രോബ്ലമാണ്. ഇത് ചുമട്ട് തൊഴിലാളികളുടെ ഭാഗത്തുണ്ടാകുന്ന ഡിമാൻഡ്സ്, അത് ഗവൺമെന്റ് ഭാഗത്ത് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധമാണ്. കാര്യം ഒരു ലോകത്ത് പോലും ഇല്ലാത്ത ഒരു പിടിച്ചുപറി നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ശ്രീ AK ആന്റണി സാർ ഇരിക്കുന്ന കാലത്താണ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ആക്ട് ഉണ്ടാക്കിയത്. അപ്പൊ ആക്ട് ഉണ്ടാക്കുമ്പോൾ അത് പിടിച്ചുപറി നിയമം തന്നെയാണ്. പക്ഷെ അതിൽ നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ കാലാകാലങ്ങളായിട്ട് അതിൽ ഇംപ്രൂവ് ചെയ്ത് വന്ന ശേഷം ഇപ്പം അത് ലേബറിന്റെ അകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം ആ റേറ്റ് ഫിക്സ് ചെയ്യുന്ന കൊണ്ട് ഇപ്പൊ പല പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ലാതായി വന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കുകൂലി ഇല്ലാന്ന് പറയുന്നില്ല, നോക്കുകൂലി ഉണ്ട്, എന്നാലും അത് നമുക്ക് മാനേജബിൾ ലിമിറ്റ് ആണ്. പിന്നെ ഗവൺമെന്റ് ഭാഗത്ത് റെഡ് ടൈപ്പിസം ഉണ്ടായിരുന്നു, ഭയങ്കര റെഡ് ടൈപ്പിസം ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കി സംസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യുമ്പം കേരളത്തിലുള്ള കറപ്ഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണുന്ന കറപ്ഷൻ റേറ്റ് വെച്ച് നോക്കിയാൽ
നമ്മൾ ഒന്നും അല്ല ബാക്കിയുള്ള സംസ്ഥാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ കുറവാണ്. പക്ഷെ അഴിമതി തന്നെ ഇല്ലാതാക്കാനാണ് ഈ ഗവൺമെന്റ് നോക്കിയിരിക്കുന്നത്. കാര്യം നമ്മളിപ്പോ ഹ്യൂമൻ ഇന്റർവെൻഷൻ മാറ്റിയാൽ ഈ നമ്മളെന്താ പറ്റുന്ന ഒരു ഫയല് ഒരു മനുഷ്യന്റെ കയ്യിൽ പോയി കഴിയുമ്പം ഉണ്ടാവുന്ന പല രീതിയിലുള്ള തടസ്സങ്ങളാണ് നമ്മൾ പണം കൊടുത്ത് അത് നേടാൻ നോക്കുന്നത്. അത് മാറ്റി ഇപ്പൊ കേസ് സ്മാർട്ടായിട്ടും കേസ് സ്വിഫ്റ്റായിട്ടും കൊണ്ടുവന്നതുകൊണ്ട് പല കാര്യങ്ങളും മാറി വന്നപ്പം 30 ഡേയ്സിന്റെ അകത്ത് 30 ദിവസത്തിന്റെ അകത്ത് പെർമിറ്റ് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവന്നു. അപ്പൊ അത് സർക്കാരിന്റെ ഒരു ഗുഡ് വില്ലാണ്. അത് ഇപ്പൊ ഈ സർക്കാർ കൊണ്ടുവന്നാലും അടുത്ത സർക്കാർ വന്നാലും ഇത് അവരുടെ ബെനിഫിഷ്യറിയാണ്. അപ്പൊ ഇതിന്റെ ഇന്ന സർക്കാർ കൊണ്ടുവന്നോ അല്ലെങ്കിൽ മറ്റു സർക്കാരുകൾ, കാര്യം കേരളത്തിന്റെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ അത് ഈസ് ഓഫ് റിഫോംസ് കൊണ്ടുവന്നു. നമ്മൾ ഏകദേശം 10-30 റിഫോംസ് കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് എങ്ങനെ പെർമിറ്റ് കൊടുക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് ഒരു വ്യവസായം എങ്ങനെ തുടങ്ങാൻ പറ്റും. അപ്പൊ അതിൽ വരുമ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്ന 30 ദിവസം കഴിഞ്ഞാൽ ഡീം അപ്രൂവൽ എന്ന് പറയുമ്പോൾ 30 ദിവസത്തിനകത്ത് കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് അപ്രൂവൽ സീലടിച്ച് കൈ തരുവാണ്. അപ്പൊ അത് അങ്ങനെയുള്ള വ്യവസ്ഥ കൊണ്ടുവരുമ്പം തന്നെ കുറെ കാര്യങ്ങളും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക. കാര്യം നമുക്ക് കാലാകാലം പഴയ ഹിസ്റ്ററി വെച്ച് പഴയ പ്രശ്നങ്ങൾ പറഞ്ഞ് പണ്ടത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി കുഴപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള മാർഗം നോക്കുക. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ചേംബർ ഓഫ് കോമേഴ്സ്, എനിക്കിപ്പോ രാഷ്ട്രീയം പ്രത്യേകിച്ചൊന്നുമില്ല, അത് LDF ആവട്ടെ UDF ആവട്ടെ BJP ആവട്ടെ, ആര് നല്ല കാര്യം കൊണ്ടുവന്നാൽ നല്ലതിനെ പറയുന്ന നമ്മളെ ഒരു സംവിധാനം നമുക്കറിയാം. ഞങ്ങൾ ബിസിനസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് തടസ്സങ്ങൾ വരുന്ന ഭാഗത്ത് നിങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ അപ്പം തന്നെ അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, ഇതിൽ MOU സൈൻ ചെയ്യുകയൊന്നുമല്ല. ഗവൺമെന്റ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിനെ ഷോക്കേസ് ചെയ്യുക, നമ്മൾ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഷോക്കേസ് ചെയ്യുക. ഷോക്കേസ് ചെയ്തിട്ട് കേരളത്തിൽ എത്ര വ്യവസായം കൊണ്ടുവരാൻ പറ്റും. അല്ലല്ല, അതാണ് ശ്രീ രവീന്ദ്രൻ നായർ. ഇതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു MOU സൈൻ ചെയ്യുന്നില്ല, ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നില്ല, മറിച്ച് താല്പര്യപത്രങ്ങൾ മാത്രമാണ് ക്ഷണിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഇതിന്റെ പ്രായോഗിക തലത്തിൽ ഇത് ഫലം കാണുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് അതിന് അനുകൂലമായ പോസിറ്റീവായ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അതിനോട് ഞാനും യോജിക്കുന്നു. കാരണം എല്ലാ കാര്യത്തിലും നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. പക്ഷേ 2019 ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തതും കൊല്ലത്തെ വളക്കോട് സ്വദേശി സുഗതൻ ആത്മഹത്യ ചെയ്ത് 2018 അതിന് പേര് കുണ്ടറയിലെ ഈ പ്രിന്റിംഗ് പ്രസ് ഉടമ രാജീവും ഭാര്യയും മകനും മരിക്കാനിടയായ സാഹചര്യവും ഒക്കെ കേരളത്തിലുണ്ട്. ഇതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ കച്ചവടം നടത്താൻ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ എത്തുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് അവർക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നത്. മാത്രമല്ല ഈ പല സംരംഭങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധ സമരങ്ങളും നമ്മൾ ഓർക്കണമല്ലോ. ഇപ്പോൾ എമർജിംഗ് കേരളയിലെ സീപ്ലെയിൻ പദ്ധതി, അതിനെതിരെ സമരം നടത്തിയതിൽ CPM, CPI, AITUC, CITU ഇവരെല്ലാവരും സമരത്തിനുണ്ടായിരുന്നു. പിന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ ഈ വന്നപ്പോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും ഈ AITUC സമരത്തിലാണ്. വിഴിഞ്ഞം അദാനി പോർട്ടിൻ്റെ കാര്യത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തി. ചെറുകിട വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തിനെതിരെ വ്യാപാരി വ്യവസായികൾ സമരം നടത്തി. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ അവരുടെ പല ആവശ്യങ്ങളിൽ സമരം നടത്തുകയും പ്രതിഷേധമുണ്ടാകും. പിന്നെ പരിസ്ഥിതിവാദികളുടെ എതിർപ്പ്. ഇങ്ങനെയുള്ള അതായത് നാട്ടിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ആരെയാണോ ദോഷമായി ബാധിക്കുന്നുവെന്ന് ആശങ്കപ്പെടുന്നത് അവർ സമരരംഗത്തേക്ക് വരുന്നത് ഒരു സ്വാഭാവിക കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അതാണ് നമുക്കിനി ചർച്ച ചെയ്യാൻ. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സമര പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനത്തിലും നയത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ താങ്കൾ നോക്കുമ്പോൾ? അത് വേണമല്ലോ, കാരണം അല്ലെങ്കിലും ഈ പദ്ധതികൾ വരുമ്പോൾ ഇനിയും സമരരംഗത്തേക്ക് ആൾക്കാരുണ്ടാകും. ഗോപീഷ്ണൻ, ഞങ്ങൾ ആരും പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ പല സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് പരിസ്ഥിതിവാദികളാണ്. സാമൂഹ്യമായിട്ട് ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകളും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് പരിസ്ഥിതിവാദികളാണ്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ന്യൂക്ലിയർ പ്രോജക്റ്റ് തുടങ്ങുന്നതിനുള്ള അനുവാദമുണ്ട്. അത് കേരളത്തിൽ തുടങ്ങുന്നതിന് ഇവിടുത്തെ പരിസ്ഥിതിവാദികൾ ഏറ്റവും കൂടുതൽ എതിരാണ്. കേരളത്തിൽ ന്യൂക്ലിയർ പ്രോജക്റ്റ് തുടങ്ങാൻ പാടില്ല. അപ്പോൾ അതിന് നല്ലൊരു വിഭാഗം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്, അതിന് അനുകൂലമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മേരി ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, IIM-ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം. അത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം വരുമ്പോൾ, വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെ പ്രധാനമായിട്ട് നോക്കും. ശ്രീ KVS ഹരിദാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ്.
നാഷണൽ ഹൈവേയുടെ പണി ഏകദേശം അടുത്ത വർഷം ഈ സമയത്തേക്ക് പൂർത്തിയാവും. അതിന് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാം പിണറായി സർക്കാർ ഏകദേശം 6000-ഓളം കോടി രൂപ അതിന് കൊടുത്തിട്ടുണ്ട്. മൊത്തം ചെലവിന്റെ 4/1 സംസ്ഥാനം കൊടുക്കണമെന്നായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും നാഷണൽ ഹൈവേക്ക് വേണ്ടുന്ന നിയമങ്ങൾ വളരെ ഉദാരമാക്കി. നേരത്തെ നാഷണൽ ഹൈവേക്ക് വേണ്ടുന്ന മണല്, മെറ്റില് ഇതിനെല്ലാം പ്രത്യേക രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഏകജാല സംവിധാനത്തിലൂടെ അതിന്റെ പലതരത്തിലുള്ള കോൺട്രാക്ടർമാർക്ക് അതിന് ഓർഡർ കൊടുത്തു. അല്ലെങ്കിൽ എന്തായാലും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കത്തില്ല. കാരണം മണല് ലഭിക്കത്തില്ല, മെറ്റില് ലഭിക്കത്തില്ല, അതിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ യാതൊന്നും ലഭിക്കത്തില്ല. ഇപ്പോൾ അന്നേരം തന്നെ വളരെ പെട്ടെന്ന് ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുത്തു. അവിടെ മണലെടുത്ത് കൊടുക്കാനും മെറ്റില് കൊടുക്കുന്നതിനൊക്കെ വേണ്ടുന്ന അധികാരം പരിപൂർണമായിട്ട് ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തു. അതുകൊണ്ട് NHന്റെ പണി വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെ കൂടുതലായിട്ട് മാറുന്നു. പിന്നെ സ്റ്റാർട്ടപ്പുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് 2021-24 കാലഘട്ടത്തിലാണ്. 2,90,000 സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ ബാർപ്പ് അനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് അല്ല നോക്കുന്നത്. ബാർപ്പ് അനുസരിച്ച് അതിലത്തെ 1ാമത്തെ പൊസിഷൻ ടോപ്പ് അച്ചീവറാണ്. ആ ടോപ്പ് അച്ചീവറിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നമ്മൾ അതിനകത്ത് ബുദ്ധിമുട്ടണം. അതിനകത്ത് ബഹുമാനപ്പെട്ട ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്നോ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റൂ. ഇവിടെ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാണ്. കാരണം കേരളത്തിൽ പല വ്യവസായങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് ട്രേഡ് യൂണിയനാണ്. ആ ട്രേഡ് യൂണിയന്റെ ഒരു അതിപ്രസരം കേരളത്തിലുണ്ടായിരുന്നു. ആ അതിപ്രസരം മുതലാക്കി പല വ്യവസായ സൗഹൃദങ്ങളും വ്യവസായ പ്രസ്ഥാനങ്ങൾ നശിക്കുകയോ കേരളം വിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ് യൂണിയനുകളെ ഇപ്പോൾ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചില ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ അതിപ്രസരം കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നപ്പോൾ വളരെയധികം ഈ ട്രേഡ് യൂണിയന്റെ പ്രശ്നങ്ങൾ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അവിടെ ഈ തൊഴിലാളികളുടെ സമരങ്ങൾ വളരെ കൂടുതലായിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തി ഇതിനെല്ലാത്തിനകത്തും മാറ്റം വരുത്തി പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരിക, കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ സർക്കാർ ഈ പറഞ്ഞ ഉറപ്പുകളൊക്കെ താഴെത്തട്ടിൽ പ്രായോഗികമാകണമെങ്കിൽ അടിയന്തരമായി മാറേണ്ടത് എന്താണ് കേരളത്തിൽ? അല്ല ഗോപി, ഒരു കാര്യം കൂടി നമ്മൾ അനുസ്മരിച്ചിട്ട് അതിലേക്ക് വരാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സമ്മിറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അനവധി സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പി രാജീവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കിട്ടിയത് 20 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സാണ്. 20 ലക്ഷം കോടിയുടെ അതിൽ 80% പോയത് മഹാരാഷ്ട്രയിലേക്കാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയ്ക്ക് കിട്ടി ഏതാണ്ട് 20 MOU, ഏതാണ്ട് 1.79 lakh crore. കേരളത്തിന് എന്തെങ്കിലും കിട്ടിയോ? ഒരു മാസമായില്ലേ ഇപ്പോൾ? എന്തെങ്കിലും വിവരം ഇവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടോ? പ്രഖ്യാപനം ഉണ്ടായോ? ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് നമ്മൾ മാറി എന്ന് പറയുന്നതല്ല പ്രശ്നം, അത് നടപ്പിലാക്കി ഈ മാറ്റമുണ്ടായി എന്ന് ബോധ്യപ്പെടുത്തല. അതിനിവർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിനൊരു കാരണം ഈ ട്രേഡ് യൂണിയൻ ടെററിസം എന്ന് നമ്മൾ പറയാറില്ലേ, അത് ഇന്നും കേരളത്തിലുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. UAEയും സൗദി അറേബ്യയും ഖത്തറും ഒക്കെ പഴയ കാലത്തൊരു മുസ്ലിം തീവ്രവാദത്തെ പിന്തുണച്ചിരുന്നവരാണ്. ഞാനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഖത്തർ പോലും, സൗദി അറേബ്യ പോലും, UAE പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി അവരുടെ രാജ്യത്തുണ്ടായാൽ നടപടിയെടുത്ത് പുറത്താക്കുക. അപ്പോൾ അതുപോലെ, കാരണം അങ്ങനെയുള്ള ശക്തമായ നിലപാടുകൾ എടുത്താലേ അവിടേക്ക് നിക്ഷേപകർ വരൂ, അവിടെയുള്ളവർ നിലനിൽക്കൂ എന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ ആ മാറ്റം ഇസ്ലാമിക് കൺട്രീസ് പോലും വരുത്തിയിട്ടുള്ള ആ മാറ്റം കേരളത്തിൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം കിറ്റക്സ് പോയി, നേരത്തെ ആരോ സൂചിപ്പിച്ചു, കെട്ടിയില്ലേ? നമ്മുടെ അഭിമാനമാണ് V-Guard, മലയാളിയുടെ സ്ഥാപനം എന്ന് നമ്മൾ പറയാറുണ്ട്. V-Guardൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കേരളത്തിലുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിലേക്ക് പോയി, ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുണ്ട്. നമ്മുടെ കശുവണ്ടി കയർ മേഖല പൂർണ്ണമായിട്ട് കേരളത്തെ കൈയൊഴിഞ്ഞു. ആലപ്പുഴയൊക്കെ കയറ് ഉണ്ടെന്ന് പറയല്ലാതെ
അവിടുത്തെ സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. കശുവണ്ടി ഏതാണ്ട് മുഴുവൻ കേരളത്തിൽ നിന്ന് പോയി. കൈത്തറി കണ്ണൂർ ഭാഗത്ത് പഴയ കാലത്ത് എത്രയോ പേർക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനങ്ങളാണ്. നിലനിർത്താൻ നമുക്ക് പറ്റിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ, മാറ്റമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെയാണ് CPM ആഴത്തിൽ ചിന്തിക്കേണ്ടത്, പരസ്യമായ നിലപാടുകൾ എടുക്കേണ്ടത്. നോക്കൂ ഗോപികൃഷ്ണൻ, ഞാൻ നേരത്തെ ശ്രീ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പെന്ന് ഇന്നത്തെ വണ്ടൂർ നടന്ന സംഭവമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു. ഞാൻ കള്ളത്തരം എന്നാണ് പറഞ്ഞത്. ഇരട്ടത്താപ്പ് ഒരു വിധത്തിൽ കള്ളത്തരം തന്നെയാണ്. അത് അങ്ങേക്ക് ഞാൻ കള്ളത്തരം എന്ന പേര് ആട്രിബ്യൂട്ട് ചെയ്തതിൽ തെറ്റ് സംഭവിച്ചിട്ട് ഞാൻ തിരുത്തുന്നു. ഇരട്ടത്താപ്പ്. മറ്റൊരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട്. ഇന്ന് ഗ്ലോബൽ ഈ സമ്മിറ്റ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഹയാത്തിന്റെ കൺവെൻഷൻ സെന്റർ, അതിനെതിരെ സമരം ചെയ്തവർ ഇതേ CPM-കാരായിരുന്നുള്ള ഇരട്ടത്താപ്പ് കൂടിയുണ്ട്. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ഇത് എന്താ പ്രശ്നം? അഴിമതിയും സുതാര്യതയും ഇല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആഴക്കടൽ മത്സ്യബന്ധനം കഴിഞ്ഞ എമർജിംഗ് ആക്സിഡന്റില് 4000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു ഇല്ലേ? എന്തു സംഭവിച്ചു? അവസാനം അതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേർത്തലയിൽ സ്ഥലം വരെ കൊടുക്കാൻ പോയി. അതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മേഴ്സി അമ്മയ്ക്കെതിരെ ഈ ഷിബു വർഗീസ് പോയി മത്സരിച്ചു. അദ്ദേഹത്തിന്റെ അസറ്റ് എത്ര അറിയോ? 10000 രൂപ. 4000 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. 10000 രൂപയുടെ അസറ്റ് ഉള്ള ആളാണ്. ഈ കള്ളത്തരം ഇപ്പൊ നോക്കൂ. ബ്രൂവറീസ് നഗ്നമായ അഴിമതി നടക്കില്ലേ? പറഞ്ഞത് മുഴുവൻ കള്ളത്തരം എന്ന് തെളിയുകയല്ലേ? കിറ്റക്സിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തതാരാ? വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തവരാണ്. വിഴിഞ്ഞം പദ്ധതി നടക്കുമ്പോൾ നടന്ന സമരം അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ആ പുനരധിവാസം നടപ്പാക്കുന്നില്ല എന്ന ന്യായമായ സമരത്തെ പദ്ധതിക്കെതിരെയുള്ള സമരമായി ബൈനറി ഉണ്ടാക്കരുത്. ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ ശ്രീ ബലദേവ് പറയുക ഇടതുപക്ഷമാണത്രേ, ഇടതുപക്ഷ നിരീക്ഷകൻ. പരിസ്ഥിതിവാദികളാണ് ഇവിടുത്തെ പ്രശ്നമെന്ന്. നിങ്ങളുടെ ചുമതല, ഒരു സർക്കാരിന്റെ ചുമതല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് സംസാരിച്ച് സമവായം ഉണ്ടാക്കി കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനു പകരം സുതാര്യതയില്ലാതെ അഴിമതിയിലൂടെ എലപ്പുള്ളിയിൽ ഭൂഗർഭജലം വരെ ഊറ്റുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതിനെതിരെ പറയുന്ന പരിസ്ഥിതി സംരക്ഷകരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന നയം നിങ്ങൾ മാറ്റണം. അതും ഇതിന്റെ പ്രശ്നമാണ്. പിന്നെന്താ, ഡാവോസിലെ കാര്യം ഇവിടെ പറഞ്ഞു. ഒരൊറ്റ രൂപയുടെ MOUനെ കുറിച്ച് പറയാനില്ല. പിന്നെ K-SWIFT കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ട അഴിമതിയില്ലാന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. K-SWIFT കുറിച്ച് പറയുന്നുണ്ട്. സാർ, 2021 മുതൽ ആകെ 64,000 പേരാണ് K-SWIFT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെ? K-SWIFT ഏകജാലക സംവിധാനം ഉണ്ടാക്കിയിട്ട് 64,000 പേര് മാത്രമാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിന്നെന്താ? കള്ളക്കണക്കുണ്ടാക്കിക്കൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നു വ്യവസായത്തിനല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കും. ഇവിടെ പറഞ്ഞല്ലോ, തൊഴിലാളി യൂണിയനുകളുടെ ഇവർ നിയന്ത്രിക്കാൻ ഈ CPM എന്ത് ചെയ്യുന്നു? ഗോപികൃഷ്ണൻ, ഞാൻ ഒരു ചുവട്ടുതൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റാണ്. ഒരു യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റാ. ഒരൊറ്റ സമരം എന്റെ യൂണിയൻ ചെയ്തിട്ടില്ല, INTUC. പക്ഷെ CITU അതാണ് അവസ്ഥ. CITU എന്റെ നാടായ ഉദയംപേരിൽ ഉൾപ്പെടെ സംരംഭകരെ കയറി മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്ന് ചർച്ചയായതല്ലേ? ഇന്നും സംഭവിക്കുന്നതല്ലേ? അപ്പൊ ഇത് നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം ഇരട്ടത്താപ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ ഇഷ്യൂ അഡ്രസ് ചെയ്യണം. കള്ളക്കണക്കുണ്ടാക്കിയും ഇല്ലാത്ത അവാർഡുകളെ കുറിച്ച് പറഞ്ഞും ആ മേനി നടിക്കാതെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഞാൻ ചോദിച്ചല്ലോ, ബൽദേവ് സച്ചിദാനന്ദൻ പറ്റുമെങ്കിൽ പറയണം. ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഒരൊറ്റ സംരംഭം, എണ്ണം പറയാൻ പറ്റിയ ഒരൊറ്റ സംരംഭം ഈ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ വന്നെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ ഈ പറയുന്ന സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ എന്തു ചെയ്തു എന്ന് പറ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്ന് പറ. അതല്ലാതെ വെറുതെ PR വർക്ക് മാത്രം നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തുറന്നു കാണിക്കപ്പെടുക തന്നെ. വേണ്ടിയുള്ള ശരിയായ പ്രവർത്തനമാണ്. അതായത് ഗോപികൃഷ്ണൻ ഇപ്പൊ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, 3 ലക്ഷം കോടിയാണ് കാപ്പെക്സ് ആയിട്ട് നിതിൻ ഗഡ്കരി ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലും എനിക്ക് പ്രതീക്ഷയില്ല. നിതിൻ ഗഡ്കരി ഓഫർ ചെയ്തിരിക്കുന്ന തുക വരും, പക്ഷേ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഒരു തുക സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെല്ലണം. ഇപ്പോഴത്തെ ആ രൂക്ഷമായ ധനപ്രതിസന്ധി
ഈ രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ 3 ലക്ഷം കോടിക്ക് അനുകൂലമായ രീതിയിൽ പ്രൊപ്പോർഷണലായിട്ട് എമൗണ്ട് കേരളത്തിൽ നിന്ന് കൊടുക്കുമോ? ഒരു കാരണവശാലും അത് നടക്കില്ല. കാരണം നമുക്ക് വിഴിഞ്ഞം പ്രോജക്റ്റ് തന്നെ ഓർക്കാം. അപ്രോച്ച് റോഡ് പോലെയുള്ള സൗകര്യങ്ങൾ വരാത്തത് കൊണ്ടാണ് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ പ്രയോജനങ്ങൾ കേരളത്തിന് വേണ്ട രീതിയിൽ ലഭിക്കാതിരിക്കുന്നത്. അത് തന്നെയാണ് മറ്റെല്ലാ മേഖലകളിലും സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ അനിവാര്യമാണ് വ്യവസായ സൗഹൃദത്തിന് എങ്കിൽ, വ്യവസായങ്ങൾ വരാനെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിന് കേന്ദ്ര ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞ 3 ലക്ഷം പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിലും കൂടുതൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെലവഴിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രം, ഒരു മരീചിക മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ശരി മാഡം, നമ്മുടെ നാടിന്റെ വികസനം എന്നത് പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നവും പ്രതീക്ഷയുമാണ്. അതിനുവേണ്ടി നിക്ഷേപകർക്ക് മുന്നിൽ വാതായനങ്ങൾ തുറന്നുവിടുന്നതിനെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. അതേസമയം തന്നെ നാടിന് ദോഷം ചെയ്യുന്ന, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും വേണം. ചുവപ്പ് നാടാക്കുരുക്കിൽ കുടുങ്ങാത്ത എല്ലാ തരത്തിലും സൗഹൃദാന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ നിക്ഷേപകരെ സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് കരുത്തു പകരാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.